വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. നമ്മൾ സ്ത്രീകളെല്ലാം ഏറ്റവും കൂടുതൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായിരിക്കും. നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ആണ്. അതായത് പ്രഗ്നൻ്റ് ആകാനായിട്ട് പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന സ്ത്രീക്കും പുരുഷനും നിങ്ങൾ ഈ അടുക്കളയിൽ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് ആ ഒരു ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടാകുന്നതിന് കാരണമാകും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മളെല്ലാവരും തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്കാണ് എന്നറിഞ്ഞിട്ട് ദൈവത്തെ ഓർത്ത് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് സ്ലോ ആണ് വീഡിയോ പോകുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേ ബാക്ക് സ്പീഡ് ഇട്ടിട്ട് കേൾക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തിരിക്കാൻ അങ്ങനെ ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ കൂടി തന്നെയും നിങ്ങളത് കേൾക്കാതെ പോകരുത്. അപ്പോൾ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ പൊടികളൊക്കെ ഇട്ട് വെക്കാനും അല്ലെങ്കിൽ ചിലവരൊക്കെ സ്നാക്സ് കഴിക്കാനും വെള്ളം കുടിക്കാനും ആയിട്ടൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ അടങ്ങിയിട്ടുള്ള BPA ബിസ്ഫോണറ്റ് A ഇത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജ് ഉണ്ടാകാനും ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാനും ഇനി കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കുന്നു. സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രധാനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അനോവുലേഷനാണ്. അനോവുലേഷൻ എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്നത് തടയുക, ഓവുലേഷൻ ഉണ്ടാകാത്ത അവസ്ഥയാണ് അനോവുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ PCOSനും എൻഡോമെട്രിയോസിസിനും തൈറോയിഡിനും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നതിനും ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഒരു ഫോർമേഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം കൃത്യമായിട്ടുള്ള രീതിക്ക് തന്നെ നടക്കണമല്ലോ. ഓരോ ആഴ്ചയിലും കുഞ്ഞിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും കൃത്യമായിട്ടുള്ള രീതിക്ക് ഉണ്ടായില്ല എങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ മിസ്കാരേജ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. കുഞ്ഞിന് വേണ്ടുന്ന ഹാർട്ട് ബീറ്റും വേണ്ടുന്ന വെയിറ്റും എല്ലാം കൃത്യമായിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ കൃത്യമായിട്ടുള്ള ആഴ്ചയിൽ കുഞ്ഞിന് എത്തണം. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ഈ കൂടുതലായിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നത് കാരണമാകുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത് കുറയാനും എഗ്ഗ് ആ ഒരു കൃത്യമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ വളർന്ന് മൂപ്പെത്തി പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓവുലേഷൻ നടക്കുകയുള്ളൂ. ഈ ഓവുലേഷൻ നടക്കണമെങ്കിൽ ആ എഗ്ഗിന് കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് വേണം. എഗ്ഗിന് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി മെഡിസിൻസ് എടുക്കേണ്ടി വരുന്നത്. ലെട്രസോള് അതുപോലെ ഗൊണാഡോട്രോഫിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരുന്നത് ആ ഒരു ഗ്രോത്ത് വേണ്ടുന്ന രീതിക്കുള്ള ഗ്രോത്ത് എഗ്ഗിന് ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നത് കൃത്യമായിട്ടുള്ള ആ ഒരു എഗ്ഗിന് ഗ്രോത്ത് ഉണ്ടായിട്ട് ഓവുലേഷൻ നടക്കാനായിട്ടും ഇത് നിങ്ങളെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇത് തടസ്സം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇനി എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ട് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലും ഇപ്പോൾ എഗ്ഗും സ്പെർമും തമ്മിൽ ജോയിൻ ആയി കൺസെപ്ഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനും ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നത് മൂലം കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോളിക്കിളിന് അറൗണ്ടായിട്ട് ഒരു ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഫോളിക്കിൾ ആ ഒരു ഫ്ലൂയിഡിന് ചുറ്റുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫോളിക്കിളിലെ ഫ്ലൂയിഡ് ഉണ്ടാകുന്നത് കുറയ്ക്കാനും നമ്മുടെ എൻഡോമെട്രിയൽ ടിഷ്യൂസ് എൻഡോമെട്രിയൽ ടിഷ്യൂസിന് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് തടയാനും ഇത് കാരണമാകുന്നു. നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ് ഒക്കെ കൃത്യമായിട്ടുള്ള രീതിക്ക് ഗ്രോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കൺസെപ്ഷൻ നടന്നു കഴിഞ്ഞാൽ കൂടി തന്നെയും ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് എല്ലാം വേണ്ട രീതിക്ക് ഗ്രോ ആകാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തുടക്കത്തിൽ തന്നെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എല്ലാം കൃത്യമായിട്ടുള്ള ആഴ്ചകളിൽ തന്നെ ഉണ്ടാകുന്നത് തടയുന്നതിന് ഇത് കാരണമാകുന്നു. ഇതാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ഇനി പുരുഷന്മാരിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരുടെ സ്പേമിൻ്റെ കൗണ്ട് കുറയ്ക്കുന്നതിനും
സ്പേമിൻ്റെ മോട്ടിലിറ്റി അബ്നോർമൽ ആകുന്നതിനും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗണിൻ്റെ വെയിറ്റ് കുറയുന്നതിനും ഇത് കാരണമാകുന്നു. റീപ്രൊഡക്റ്റീവ് ഓർഗൺ എന്ന് പറയുമ്പോഴേക്കും ആ മെയിൽ ഓർഗണ് ചുറ്റുമുള്ള റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പാർട്സിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും കുറയുന്നതിന് ഇത് കാരണമാകുന്നു. പുരുഷന്മാരുടെ സ്പേമിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ മോട്ടിലിറ്റിയും അതായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരു പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ കൂടുതലായിട്ട് കൂട്ടുന്നത് കാരണമാക്കുന്നുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സിനകത്ത് ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനകത്ത് ഇട്ട് വെക്കാറില്ലേ? ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് കുറേ നാളായിട്ട് ഇങ്ങനെ പൊടി കിടക്കുമ്പോഴേക്കും ആ പൊടികളിലെല്ലാം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അംശം ആ ഒരു BPA ആ ഒരു എഫക്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ എഫക്റ്റ് പൊടികളിലോട്ട് എത്തും. ഇതിട്ടിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഈ പ്ലാസ്റ്റിക് തന്നെയല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളം കുപ്പി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളം കുപ്പിയിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൂടുതൽ നേരം വെള്ളം കുടിച്ച് കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ ചെറിയൊരു ചൂടിൽ നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കുടിക്കില്ലേ? ഈ കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിക്കുന്ന ആ ഒരു കുപ്പി നമ്മളിപ്പോൾ ഒരു കാറിനകത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞൊന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ചൂടായിട്ടിരിക്കും. നമ്മുടെ ആ സൂര്യൻ്റെ ചൂടനുസരിച്ചിട്ട് നമ്മൾ ആ കാറും ചൂടാകുമ്പോഴേക്കും ആ കുപ്പിയും ഓട്ടോമാറ്റിക്കലി ചൂടാവും. കുപ്പി ഓട്ടോമാറ്റിക്കലി ചൂടാകുമ്പോൾ കുപ്പിയുടെ അകത്ത് വെള്ളവും ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളം അടങ്ങിയിട്ടുള്ളത് ആ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലായതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കെമിക്കൽസ് ഫോർമേഷൻ അനുസരിച്ചിട്ട് അതും നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. അങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തരത്തിൽ നമ്മുടെ ശരീരത്തിലോട്ട് പ്ലാസ്റ്റിക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ഇത് കാരണമാകുന്നു. ഇനി നമുക്കിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഭാഗത്തെല്ലാം പ്ലാസ്റ്റിക് നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. ഒന്നെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ നിങ്ങൾ ഉപയോഗിക്കുക. ആ കറികളും പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കഴുകി എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. പിന്നെ സാധാരണയായിട്ട് നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിലാണ് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുപ്പി നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള ഫുഡെല്ലാം മാക്സിമം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഈവൻ നിങ്ങളൊരു പപ്പടം കാച്ചുന്നതാണെങ്കിൽ തന്നെ പപ്പടം കാച്ചിയിട്ട് നേരെ ഒരു ടിന്നിലോട്ട് അടച്ചു വെക്കാതെ അതല്ലാത്തൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്രയും പ്ലാസ്റ്റിക്കുകൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിട്ട് കളയുന്ന പല കാര്യങ്ങളും നമ്മളിൽ ആ ഒരു വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കൂടുതലായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പോൾ ഷവർമ, അൽഫാം പോലെയുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അത് കഴിക്കാറുണ്ട്. അത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഈ ടേസ്റ്റ് സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ വണ്ണം കൂടും. ആ വണ്ണം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് PCOD ഉണ്ടാകും. PCOD ഉണ്ടാകുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ നടക്കാതെ വരും. അതുപോലെ തന്നെ നിങ്ങൾ ഈ കിച്ചണിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മിസ്റ്റേക്കും നിങ്ങളിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്ലാസ് ബോട്ടിൽസൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. ഒരു തവണ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് കിട്ടില്ലായിരിക്കും. പക്ഷേ PCOD ഉള്ള സ്ത്രീകളെല്ലാം ഈ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾക്കൊരു അമ്മയാകാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണിത്തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.